أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 130-ാമത്തെ ആയത്താണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഞങ്ങളുടെ നാഥ, അവർക്ക് നിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നീ അവരിൽ നിന്നും എഴുന്നേൽപ്പിക്കണമേ. തീർച്ചയായും പ്രതാപശാലിയും അഗാധജ്ഞാനിയും നീ തന്നെയാകുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തുടർന്ന് പറയുന്നു: വാസ്തവത്തിൽ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്ത ഈ ദുആയിൽ, ഈ പ്രാർത്ഥനയിൽ പ്രവാചകന്മാർക്ക് അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിവരിച്ചിരിക്കുന്നു. ലോകത്ത് വരുന്ന എല്ലാ പ്രവാചകന്മാരും ഈ ജോലിയാണ് ചെയ്തത്. അതായത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചു കേൾപ്പിക്കുക, ദൈവിക ഗ്രന്ഥത്തിലെ അധ്യാപനങ്ങൾ വിവരിച്ചു കൊടുക്കുക, അതിലെ കൽപ്പനകളുടെ യുക്തിജ്ഞാനം പഠിപ്പിക്കുക, അവരെ ശുദ്ധീകരിക്കുക. ഹദരത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഇതേ ജോലി തന്നെയാണ് ചെയ്തത്. ഹദരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദുആ സ്വീകരിച്ചുകൊണ്ട് ബനു ഇസ്മായിലിൽ നിന്നും ഒരു മഹാനായ പ്രവാചകനെ അള്ളാഹു അയക്കുകയും അദ്ദേഹത്തിന് ശ്രേഷ്ഠമായ സ്ഥാനം നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ജോലി എത്ര ഭംഗിയായി പൂർത്തിയാക്കിയെന്നാൽ മറ്റൊരു പ്രവാചകൻ്റെയും ജീവിതത്തിൽ അതിന് സമാനമായത് കാണുവാൻ സാധിക്കുകയില്ല. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിക്ക് അള്ളാഹു നൽകിയ കൗസർ. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു: എനിക്ക് ഓർമ്മയുണ്ട്, ഹസ്രത്ത് ഖലീഫ അവൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ ഞാൻ ഖുർആൻ പഠിപ്പിക്കണം, അതായത് എന്നിൽ നിന്നും വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ഞാൻ സൂറത്തുൽ ബഖറ ആരംഭിച്ചു. ഈ ആയത്തിൽ എത്തിയപ്പോൾ, അതായത് റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹക്കീം എന്ന ഈ ആയത്തിൽ എത്തിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു മിന്നൽ പ്രവാഹം പോലെ ഒറ്റയടിക്ക് ഒരു കാര്യം ഇട്ടുതന്നു. അതായത് ഈ ആയത്ത് ഈ സൂറത്തിലെ വിഷയങ്ങളുടെ താക്കോലാകുന്നു. അതായത് ഈ സൂറത്തിലെ മുഴുവൻ വിഷയങ്ങളും ഈ ആയത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്, വിശദീകരണമാണ്. ഹദ്റത്ത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലുള്ള അതേ ക്രമത്തിൽ തന്നെയാണ് ഇതിലെ വിവരണങ്ങളും. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു: അതിനുശേഷം അള്ളാഹു എനിക്ക് കൂടുതൽ വ്യക്തമാക്കി തന്നു. അതായത് സൂറത്തുൽ കൗസർ, സൂറത്തുൽ ബഖറയിലെ ഇബ്രാഹിമിൻ്റെ ദുആയുടെ മറുപടിയാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ കൗസറിൻ്റെ തഫ്സീറിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചിട്ടുണ്ട്. തുടർന്ന് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു യത്ലു അലൈഹിം ആയാതിക എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു: യത്ലു അലൈഹിം ആയാതിക എന്നതിൽ ഒരു പ്രവചനം അടങ്ങിയിരിക്കുന്നു. അത് വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്തിന് വിശദീകരണം നൽകുന്നു. അതായത് എതിരാളികളുടെ ഒരു ആക്ഷേപമാണ് ലൗലാ നുസില അലൈഹിൽ ഖുർആനു ജുംലത്തും വാഹിദ. അൽ ഫുർഖാൻ ആയത്ത് 33. അതായത് ഇദ്ദേഹത്തിൽ ഖുർആൻ മുഴുവനും ഒരുമിച്ച് ഒറ്റയടിക്ക് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? ഈ ആയത്തിലുള്ള
എതിരാളികളുടെ ആക്ഷേപത്തിന് യത്ലു അലൈഹിം ആയാത്തിക എന്നതിൽ മറുപടി നൽകിയിരിക്കുന്നു. അതായത് ജനങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കുന്ന വചനങ്ങൾ അല്പാൽപമായിട്ടായിരിക്കും ഇറങ്ങുക. ആയാത്ത് എന്ന പദം ഉപയോഗിച്ചതുകൊണ്ടുള്ള ഉദ്ദേശ്യം ആ വചനങ്ങൾ, ആ കലാം അല്പാൽപമായിട്ടാണ് ഇറങ്ങുക എന്നാണ്. അല്പം ആയത്തുകൾ ഇറങ്ങും, അത് ജനങ്ങൾക്ക് കേൾപ്പിക്കും. പിന്നീട് അല്പം ഇറങ്ങും, അതും ജനങ്ങളെ ഓതിക്കേൾപ്പിക്കും. വീണ്ടും ഇറങ്ങും, വീണ്ടും ജനങ്ങളെ ഓതിക്കേൾപ്പിക്കും. അങ്ങനെ ഇത്തരത്തിൽ വിശുദ്ധ ഖുർആൻ അല്പാൽപമായി ഇറങ്ങുന്നതിനുള്ള യുക്തി എന്നത്, അഥവാ ശരീഅത്ത് മുഴുവനും ഒരുമിച്ച് ഒറ്റയടിക്ക് ഇറങ്ങുകയാണെങ്കിൽ മനുഷ്യൻ ഭയന്നു പോകുന്നതാണ്. അതായത് ഇതെങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കും? എന്നാൽ അവ ഓരോന്നോരോന്നായി ഇറങ്ങിയാൽ മനുഷ്യർക്ക് അത് പ്രാവർത്തികമാക്കാൻ എളുപ്പമായിരിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ അവന് ഘട്ടം ഘട്ടമായി പുരോഗതി പ്രാപിക്കാനും സാധിക്കുന്നതാണ്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കേൾക്കാവുന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.